നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ അസ്ഥിര കാലാവസ്ഥ തുടരുന്നതിനിടെ മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യത. രാത്രിയിലും ചൊവ്വാഴ്ച രാവിലെയും ചില തീരപ്രദേശങ്ങളിലാണ് ഇതിനുള്ള സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. അബുദാബിയിൽ 20 മുതൽ 75% വരെയും ദുബായിൽ 25 മുതൽ 70% വരെയുമായിരിക്കും മൂടൽമഞ്ഞ് അനുഭവപ്പെടുക. കഴിഞ്ഞ ദിവസങ്ങളിൽ കിഴക്കൻ മേഖലയിൽ ശക്തമായ കാറ്റും മഴയുമാണ് അനുഭവപ്പെട്ടത്. എന്നാൽ ഇന്ന് പൊതുവെ ചൂടുള്ള കാലാവസ്ഥയായിരിക്കുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റിയോറോളജി അറിയിച്ചു. നേരിയതോ മിതമായതോ ആയ കാറ്റ് വീശാനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. രാജ്യത്ത് ഇന്ന് താപനില 47 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. അബുദാബിയിൽ 44 ഡിഗ്രി സെൽഷ്യസിലേക്കും ദുബായിൽ 42 ഡിഗ്രി സെൽഷ്യസിലേക്കും താപനില ഉയരും. അബുദാബിയിൽ 34 ഡിഗ്രി സെൽഷ്യസും ദുബായിൽ 34 ഡിഗ്രി സെൽഷ്യസും പർവ്വത പ്രദേശങ്ങളിൽ 25 ഡിഗ്രി സെൽഷ്യസും വരെ താപനില കുറയാനും സാധ്യതയുണ്ട്. അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും തിരമാലകൾ നേരിയ തോതിൽ ആയിരിക്കും. ശനിയാഴ്ച യുഎഇയിലെ ചില ഭാഗങ്ങളിൽ കനത്ത മഴയും ആലിപ്പഴ വർഷവും ഉണ്ടായി. അതിനാൽ യുഎഇ നിവാസികൾക്ക് അധികൃതർ സുരക്ഷാ മുന്നറിയിപ്പും നൽകിയിരുന്നു. ഒരാഴ്ചയായി രാജ്യത്ത് മഴയും ആലിപ്പഴ വർഷവും തുടരുകയായിരുന്നു. നാഷണൽ സെന്റർ ഓഫ് മെറ്റിയോറോളജി റിപ്പോർട്ട് പ്രകാരം ദുബായ്, അബുദാബി, റാസൽ ഖൈമ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ നേരിയതോ ശക്തമായതോ ആയ മഴ അനുഭവപ്പെട്ടു. ഫുജൈറ മുതൽ അൽ ഐൻ വരെ കിഴക്കൻ തീരത്ത് കഴിഞ്ഞ ദിവസവും ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ തുടർന്നു. റാസൽ ഖൈമയിലെ വാദി അൽ ഖുറിൽ ആലിപ്പഴത്തോടു കൂടിയ കനത്ത മഴയും അൽ ഐനിലെ മസിയാദിൽ നേരിയ മഴയും പെയ്തു. ഹത്തയിലെ വാദി അൽ ഖുർ റോഡ്, അൽ ഖുവയിലെ ഹത്ത റോഡ്, അൽ ഐനിലെ ഗഫ എന്നിവിടങ്ങളിലും കനത്ത മഴ പെയ്തു. അതേസമയം ഒമാനിൽ കാർ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുഎഇ നിവാസികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളപ്പൊക്കമുള്ള താഴ്വരയിൽ വാഹനം ഒഴുക്കിൽപ്പെട്ട് ഒരു കുട്ടി ഉൾപ്പെടെ ഒരു എമിറാത്തി കുടുംബത്തിലെ 3 പേർ മരിച്ചതായി ഒമാൻ പോലീസ് അറിയിച്ചു. ശനിയാഴ്ച വൈകിയും 2 എമിറാത്തികളെ ഞായറാഴ്ചയുമാണ് കണ്ടെത്തിയത്. മരിച്ച 3 പേരുടെയും സംസ്കാരം ഞായറാഴ്ച അൽ ഐനിൽ നടന്നു. വാരാന്ത്യത്തിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കമുണ്ടായ ഖാഫി താഴ്വരയിൽ 7 പേരുമായി 2 വാഹനങ്ങൾ കുടുങ്ങിയതായി ഒമാനിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരുന്നു. പ്രദേശവാസികളും അധികൃതരും ചേർന്ന് 4 പേരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. മറ്റ് 3 പേർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കാണാതായ എമിറാത്തികൾക്കായി ഒന്നിലധികം ടീമുകൾ താഴ്വരയിൽ തിരച്ചിൽ നടത്തിയിരുന്നു. രക്ഷപ്പെട്ടവർക്ക് സാരമായ പരിക്കുകളേറ്റിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.